അപ്പേ എന്തോ പണ്ട് നമ്മൾ വിദ്യാഭ്യാസ സ്കൂളിൽ പോയില്ലേ, ഒരു ബസ് ഓടിക്കുന്ന അങ്കിൾ ഓടി വന്നില്ലേ, എന്റെ പപ്പനെ സാറേന്ന് വിളിച്ചില്ലേ, പപ്പ പറഞ്ഞില്ലേ വാ കുത്തിയിട്ട് അങ്ങനെ വിളിക്കരുതെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ വീടിനടുത്തുള്ള അപ്പാട് ഉള്ള സാജുവേട്ടനായിരുന്നു അത്. അപ്പോൾ സാജുവേട്ടൻ ഈ അപ്പാട് മീനങ്ങാടി വഴിക്ക് ജീപ്പ് ഓടിക്കുകയായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഞാൻ സാജുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം മീനങ്ങാടി എന്ന് പറഞ്ഞു, ഞാൻ വണ്ടിയിൽ ക്ലീനറായിട്ട് കിളിയായിട്ട് പോകാമെന്ന് പറയും, ക്ലീനറായിട്ട് വരട്ടെ എന്ന്. അപ്പോൾ 10 രൂപ കിട്ടും ക്ലീനറായി പോയ അന്ന്. അപ്പോൾ സാജുവേട്ടൻ എൻ്റെ SSLC ബുക്കൊക്കെ വാങ്ങി നോക്കി. എന്നിട്ട് ആ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ആ കടയില്ല, മരക്കാരുടെ ചായക്കട ഉണ്ടായിരുന്നു, ആ ചായക്കടയിലേക്ക് എന്നെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. അല്ല വാ ജസ്റ്റ് ഒരു ചായ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാജുവേട്ടൻ ഒരു ചായയും 2 പൊറോട്ടയും ഒരു മത്തിക്കറിയും വാങ്ങി. എനിക്കത് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സാജുവേട്ടൻ എനിക്ക് വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നെന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു പഠിക്കണം, നീ 10 രൂപ കിട്ടുമെന്ന് ഓർത്തിട്ട് ക്ലീനറായിട്ട് വരരുത്, ഇങ്ങനെ വന്നാൽ നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഡ്രൈവിങ് പഠിക്കാം, ഇങ്ങനെയൊക്കെ പോകാം, പക്ഷെ നീ പഠിക്കണം, അത്ര മാർക്കൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാജുവേട്ടൻ മോട്ടിവേറ്റ് ചെയ്തത് വീണ്ടും പഠിക്കാൻ വിട്ടതാണ്. ആ സാജുവേട്ടൻ വിദ്യാഭവന സ്കൂളിലെ ഡ്രൈവറായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മളത് കണ്ടപ്പോൾ എന്നെ സാറേന്ന് വിളിച്ച്. ഞാൻ പറഞ്ഞു ഒരിക്കലും എന്നെ സാറേന്ന് വിളിക്കരുതെന്നും പറഞ്ഞിട്ട് ഞാൻ സാജുവേട്ടൻ്റെ വായ കുത്തി പിടിച്ചു. എന്നെ പേര് തന്നെ വിളിക്കണം, പണ്ട് വിളിച്ച പോലെ ജോഷി എന്ന് തന്നെ എന്ന് പറഞ്ഞു. ബന്ധങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ബി ഹാപ്പി.